ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളംകുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗം, ജനങ്ങളോട് സത്യാവസ്ഥ തുറന്നു പറയണമെന്ന് BJP. വിവിധ ആവശ്യങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. പാലാ നഗരസഭ ഇനി മായ രാഹുൽ ഭരിക്കും. LDF വിമത കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയിൽ മായ രാഹുൽ ചെയർപേഴ്സൺ. UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. വിജയം 10-നെതിരെ 16 വോട്ടുകൾക്ക്. ഓണാഘോഷത്തിൽ നാട്. കോട്ടയത്ത് പൂവിപണി സജീവം. പൂക്കൾക്ക് തീവില. ജമന്തിയും അരളിയും മുല്ലയും താരങ്ങൾ. പൊൻകുന്നം ശ്രീറാം ഫിനാൻസിനെതിരെ പരാതി. ഉപഭോക്താക്കൾ അറിയാതെ ലോണുകൾ എടുത്തെന്ന് ആക്ഷേപം. DYFയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന മാനേജ്മെന്റ്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. അപകടാവസ്ഥയിലായ പൊൻകുന്നം ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റുക, തനത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ലേലം ചെയ്യുക, പ്രവാസി സംരംഭകനോടുള്ള അനീതി അവസാനിപ്പിക്കുക, പഞ്ചായത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കിസാൻ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 11 കോടി രൂപ ശരിയായി വിനിയോഗിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ പറഞ്ഞു. ഈ ഫണ്ട് എവിടെ പോകുന്നുവെന്ന് പഞ്ചായത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും S. ജയസൂര്യൻ ആവശ്യപ്പെട്ടു. ഇവിടെ തനത് ഫണ്ടുണ്ട്, വരുമാനമുണ്ട്. ഞാൻ അറിയുന്നത് ഏതാണ്ട് 11 കോടി. ആ 11 കോടിക്ക് മുകളിലുള്ള വരുമാനം തനത് ഫണ്ടായിട്ട് ലഭിക്കുന്ന ഒരു പഞ്ചായത്ത്. സാധാരണ പഞ്ചായത്തുകൾക്ക് ഇത്ര വലിയ കോടികളൊന്നും തനത് ഫണ്ടായിട്ട് ലഭിക്കില്ല. അപ്പോൾ ആ തനത് ഫണ്ട് പോലും ശരിയായി വിനിയോഗിക്കാൻ കഴിയാതെ, അതിനുള്ള താല്പര്യമില്ലാതെ ഈ പറയുന്ന ഫണ്ട് പിന്നെ എങ്ങോട്ട് പോകുന്നു, ഇത് ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ കൊടുക്കുന്ന നികുതിയല്ലേ, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമല്ലേ? അപ്പൊ ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ചും അവർ കൊടുക്കുന്ന നികുതിയെക്കുറിച്ചുമുള്ള വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ജനോപകാരപ്രദമാകേണ്ട കാര്യങ്ങൾ ജനവിരുദ്ധമായി വഴിതിരിച്ചുവിടുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നതെന്നും പ്രവാസി സംരംഭകന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി S. ജയസൂര്യൻ പറഞ്ഞു. പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ഗോപി പാറാന്തോട്, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR. രമേശ്, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രശാന്ത് മാലമല, VR. ദീപു, ജിതിൻ ജയകുമാർ, ജിൻസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നഗരസഭ ഇനി മായ രാഹുൽ നയിക്കും. ഇന്ന് നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF വിമത കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ മായ രാഹുൽ ചെയർപേഴ്സണായി. 16-10 എന്നിങ്ങനെയാണ് വോട്ട് നില. പാലാ നഗരസഭ LDF നഗരവികസന മുന്നണി ഭരിക്കും. മായ രാഹുൽ നയിക്കും. ഇന്ന് നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ 16-10 എന്ന നിലയിൽ LDF വിമത കോൺഗ്രസ് പിന്തുണയോടെ പരാജയപ്പെടുത്തി മായ രാഹുൽ ചെയർപേഴ്സൺ പദവിയിലെത്തി. മുൻ ഭരണസമിതിയുടെ കാലത്ത് UDF പിന്തുണയോടെ വൈസ് ചെയർപേഴ്സണായിരുന്ന മായ രാഹുൽ LDF അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ദിയാബിനു ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതോടെയാണ് ആക്ടിംഗ് ചെയർപേഴ്സണായി തുടർന്നത്. വിമതർക്കൊപ്പം നിൽക്കുകയും തുടർന്ന് UDFിലേക്ക് തിരികെ എത്തുമെന്ന് പ്രഖ്യാപിക്കാൻ ചെയ്ത ലെസിക്കുട്ടി മാത്യു സഫീലെത്തിയെങ്കിലും അകലം പാലിച്ചിരുന്നു. കേരള കോൺഗ്രസ് M പാർലമെന്റ്
പാർലമെന്ററി പാർട്ടി നേതാവ് ബിജു പാലപ്പടവൻ മായ രാഹുലിനെ നാമനിർദ്ദേശം ചെയ്തു. കൗൺസിലർ ബിജു മധ്യസ് പിന്താങ്ങി. മുൻ ചെയർപേഴ്സൺ ദിയ ബിനുവാണ് UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴിയെ നാമനിർദ്ദേശം ചെയ്തത്. കൗൺസിലർ സിജി ടോണി തോട്ടത്തിൽ പിന്താങ്ങി. ഓണക്കാലം എത്തിയതോടെ പൂവിപണിയും സജീവമായി. ഇക്കുറി പൂക്കൾക്കെല്ലാം തീവിലയാണ്. അരളിയും മുല്ലയുമാണ് താരം. തിരുവോണം എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോട്ടയത്തെ പൂവിപണി സജീവമായി. തിരുനക്കരയിൽ പതിവ് തെറ്റാതെ പൂവിൽപ്പനയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നുള്ളവർ എത്തി. ജമന്തി, വാടാമല്ലി തുടങ്ങിയ പൂക്കളാണ് വിപണിയിൽ കൂടുതലായി എത്തിയിരിക്കുന്നത്. റോസ്, ചെത്തി എന്നീ പൂക്കളും വിപണിയിലുണ്ട്. പൂക്കൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് വില കൂടുതലാണ്. മഞ്ഞ ബന്ദി കിലോ 200 രൂപയും ഓറഞ്ച് ബന്ദി 250 രൂപയുമാണ്. വെള്ളയ്ക്ക് 500 രൂപയാണ് വില. ചുവന്ന അരളിക്കും റോസയ്ക്കും 400 രൂപയാണ് കിലോയ്ക്ക് നൽകേണ്ടത്. 200 രൂപയാണ് വാടാമല്ലിയുടെ വില. മുല്ലപ്പൂ മുഴത്തിന് 50 രൂപയാണ്. റോസിനും താമരയ്ക്കും ഓരോന്നിനു വീതം 30 രൂപയാണ് വില നൽകേണ്ടത്. സാമന്തി 250, 300, വാടാമല്ലി 200, വാടാമല്ലി 600. 3 months ആകും. 3 months பண்ணணும். சொந்தது அங்க ரொம்ப கஷ்டம், மழை இல்லைங்க, மழை கஷ்டமா இருக்கு, ரொம்ப கஷ்டப்பட்டு கொண்டு வந்திருக்கோம். விலை ஜாஸ்தி சார், ரொம்ப ஜாஸ்தி. ഇങ്ങ 27 years വന്നിരിക്കും. ഓണം അടുക്കുന്നതോടെ ഓരോ ഇനത്തിനും 50 രൂപ വില വർദ്ധിക്കും. പൂക്കളവും ഓണാഘോഷവും മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ പൂക്കളുടെ വില കൂടുതലാണെങ്കിലും വാങ്ങാൻ ആളുകൾ തയ്യാറാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇക്കുറി നാടൻ പൂക്കളുടെ വരവ് കുറഞ്ഞു. നാമമാത്രമായി പൂക്കൃഷി നടത്തിയവർ പ്രാദേശികമായി മാത്രമാണ് പൂക്കൾ വിറ്റത്. വിപണിയിലേക്ക് നാടൻ പൂക്കളുടെ വരവ് നിലച്ചതോടെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളുടെ വില കുതിച്ചുയർന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണം വാരാഘോഷത്തിന് തുടക്കം കുറിച്ചു. കോട്ടയത്തെ വിവിധ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഓണാഘോഷത്തിൽ പങ്കുചേർന്നു. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്തെ വിവിധ കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഓണത്തിന്റെ തനിമ നിലനിർത്തി ഓണം വാരാഘോഷത്തിന് തുടക്കം കുറിച്ചു. CMI സെന്റ് ജോസഫ് പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ ജെയിംസ് തരിതൂക്കിൽ ദീപം തെളിയിച്ചു. ഫാദർ ഡോക്ടർ തോമസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, നാട്ടകം സുരേഷ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ MP സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, അഡ്വക്കേറ്റ് ജോസ് K മാനുവൽ, മാടവന ബാലകൃഷ്ണപിള്ള, തേക്കിങ്കാട് ജോസഫ്, ഫാദർ ഫിജി നെടുങ്ങാടിയിൽ, ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി, ഡോക്ടർ പോൾ മണലിൻ, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, നാദോപാസന സെക്രട്ടറി കോട്ടയം ഉണ്ണികൃഷ്ണൻ, കളിയരങ്ങ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് കലാമത്സരങ്ങളും ഓണസദ്യയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീറാം ഫിനാൻസിനെതിരെ പരാതി. ഉപഭോക്താക്കൾ അറിയാതെ പലരുടെയും പേരിൽ ലോണുകൾ എടുത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിനെതിരെ DYFI പ്രവർത്തകർ ശ്രീറാം ഫിനാൻസിലെത്തി പരാതി നൽകി. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നും ഈ വെള്ളിയാഴ്ചയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതായും DYFI നേതാക്കൾ പറഞ്ഞു. പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന ശ്രീറാം ഫിനാൻസിനെതിരെ ഉപഭോക്താക്കൾ രംഗത്ത്. ഉപഭോക്താക്കൾ അറിയാതെ പലരുടെയും പേരിൽ വായ്പ എടുത്തതായും സിബിൽ സ്കോർ താഴ്ന്നതായും പരാതിക്കാർ പറയുന്നു. ഇതിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് ശ്രീറാം ഫിനാൻസിന്റെ ഓഫീസിലെത്തി പരാതി നൽകി. ലോണുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകാന്ത് P തങ്കച്ചൻ, പൊൻകുന്നം മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത് PS, മേഖലാ ട്രഷറർ മിഥുൻ PN, ഹരിപ്രസാദ്, അജിത് കുമാർ, സഞ്ജയ് വിഷ്ണു എന്നിവരാണ് പരാതി നൽകിയത്. നമ്മുടെ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുപോലെ ശ്രീറാം ഫിനാൻസിൽ ഉണ്ടായിട്ടുള്ള ചില ക്ലറിക്കൽ മിസ്റ്റേക്കിൻ്റെ ഭാഗമായി പല ആളുകൾക്കും ലോണുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരുടെയും സിബിൽ സ്കോർ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഒരാളുടെ പേരിൽ തന്നെ നിരവധി ലോണുകൾ എൻ്റർ ചെയ്ത് വരുന്നൊരു സാഹചര്യം കാണാനിടയായിട്ടുണ്ട്. വലിയ ആശങ്ക നമ്മുടെ സമൂഹത്തിലാകെ തീർക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാടൂർ പ്രദേശത്തൊക്കെ തന്നെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് DYFIയുടെ ഭാഗമായി നിൽക്കുന്ന ഭാരവാഹികളോടൊക്കെ തന്നെ ഈ തരത്തിൽ പരാതി പറയുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് DYFI ഇതൊരു പ്രതിഷേധമായി ഇവിടെ വന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ മാനേജരുമായി ഞങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ഉടനടി തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി ഈ ക്ലറിക്കൽ മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് സിബിൽ സ്കോർ അടക്കമുള്ള കാര്യങ്ങളിൽ അവരിത് ക്ലിയർ ചെയ്ത് റെക്ടിഫൈ ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാത്തപക്ഷം DYF എന്നുള്ള നിലയിലേക്ക് വലിയൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് മാനേജ്മെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയപരിധിക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കുമെന്നും ഇവർ പറഞ്ഞു. അതേസമയം ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമാണ് പ്രശ്നമുണ്ടായതെന്ന് ശ്രീറാം ഫിനാൻസ് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എലിക്കുളം കുരുവിക്കൂട് തളിർ നാട്ടുചന്തയുടെ ഓണവിപണിക്ക് തുടക്കമായി. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്തു. നാട്ടുചന്ത പ്രസിഡന്റ് രാജു അമ്പലത്തറ അധ്യക്ഷനായി. എലിക്കുളം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ് പദ്ധതി വിശദീകരിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഇനി പാലായിലും. ഏറ്റവും പുതിയ ഷോറൂം പാലായിൽ ചലച്ചിത്ര താരം സ്വാസിക ഉദ്ഘാടനം ചെയ്തു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ സിനിമാ താരം സ്വാസിക ഉദ്ഘാടനം നിർവഹിച്ചു. മാണി കാപ്പൻ MLA മുഖ്യാതിഥിയായി. ഡയമണ്ട് ആദ്യ വിൽപ്പന നിഷ ജോസ് കെ മാണിയും ഗോൾഡ് ആദ്യ വിൽപ്പന പാലാ നഗരസഭാ ചെയർപേഴ്സൺ മായ രാഹുലും നിർവഹിച്ചു. ലിബി എബ്രഹാം, അനിൽ CP, ജോജി MJ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. പാലായിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ രോഗികൾക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായ വിതരണവും നടന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഒരുക്കിയിരുന്നത്. ഉദ്ഘാടനത്തിനെത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായ കിയ സെൽട്ടോസ് കാർ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കി. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഓരോ 3 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണ പർച്ചേസുകൾക്കൊപ്പവും ഗോൾഡ് കോയിൻ ഇവ സമ്മാനമായും ലഭിക്കും. ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ ഷോറൂമിൽ ലഭ്യമാണ്. സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. നിങ്ങളുടെ കൈവശമുള്ള ഏത് ജുവലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും മികച്ച മാർക്കറ്റ് വിലയിൽ ഷോറൂമിൽ വിൽക്കാം. പാലാ KSRTC ബസ് സ്റ്റേഷന് സമീപമാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗം. ജനങ്ങളോട് സത്യാവസ്ഥ തുറന്നു പറയണമെന്ന് BJP. വിവിധ ആവശ്യങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. പാലാ നഗരസഭ ഇനി മായ രാഹുൽ ഭരിക്കും. LDF വിമത കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയിൽ മായ രാഹുൽ ചെയർപേഴ്സൺ. UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. വിജയം 10-നെതിരെ 16 വോട്ടുകൾക്ക്. ഓണാഘോഷത്തിൽ നാട്. കോട്ടയത്ത് പൂവിപണി സജീവം. പൂക്കൾക്ക് തീവില. ജമന്തിയും അരളിയും മുല്ലയും താരങ്ങൾ. പൊൻകുന്നം ശ്രീറാം ഫിനാൻസിനെതിരെ പരാതി. ഉപഭോക്താക്കൾ അറിയാതെ ലോണുകൾ എടുത്തെന്ന് ആക്ഷേപം. DYFയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന മാനേജ്മെന്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.